പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 19-ാം തീയതി. ഈ മെയ് മാസ വണക്ക പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവിനുണ്ടായിരുന്ന 3 ദുഃഖങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. അതുവഴി ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങിയ അതേ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അഭ്യസിക്കുവാൻ നമ്മൾ ഒരു പരിശ്രമം നടത്തുകയാണ്. ഒപ്പം തന്നെ ഇതൊരു വലിയ ആത്മീയ ഭക്ഷണം കൂടിയാണ്. ഒന്നാമതായിട്ട് ദൈവമാതാവിനുണ്ടായിരുന്ന ദുഃഖത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന് ഉണ്ടായിരുന്ന വലിയ ദുഃഖത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോ മിശിഹ സഹിക്കാനിരുന്ന പാടുപീഡകളെക്കുറിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലുമൊക്കെ അതിൻ്റെ ധ്വനികളുണ്ട്. ഈശോ സഹിക്കാനിരിക്കുന്ന പാടുപീഡകളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സഹനദാസനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന ഇപ്രകാരമാണ്. 53-ാം അധ്യായം 5-ാം തിരുവചനം: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടത്. ദൈവമാതാവിന് ഈശോ ബലിയാകേണ്ടവനാണ് എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാമായിരുന്നു. ശിമിയോൻ ദീർഘദർശി സമർപ്പണ സമയത്ത് പ്രവചന മുഖേന ദൈവമാതാവിനോട് ആ സന്ദേശം കൈമാറിയിരുന്നു. എന്നിരുന്നാൽ തന്നെയും ദൈവമാതാവിൻ്റെ ആത്മീയ കൃപകളുടെ യോഗ്യതയാൽ ദീർഘദർശന വരമനുസരിച്ച് ദൈവമാതാവ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. നമ്മളും നമ്മുടെ മരിയൻ ഉടമ്പടി യാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മരിയൻ ഉടമ്പടി ചിന്തയുമായി ഈ ഒരു ധ്യാന ചിന്ത തട്ടിച്ച് നോക്കുമ്പോൾ ചില വ്യക്തികളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്ന കുരിശുകളൊക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ബോധപൂർവം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത നമ്മൾ കാണിക്കാറുണ്ട്. കാരണം നമ്മുടെ സൈഡ് എപ്പോഴും സേഫാക്കി വെക്കാനുള്ള ഒരു പ്രവണത. ഈശോ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: കുരിശെടുക്കാതെ ആർക്കും എന്നെ അനുഗമിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക വിഷയത്തിൽ നിന്ന് കൃപ ആർജിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ എക്സ്പോസ് ചെയ്ത് മാക്സിമം അതിൽ നിന്ന് കൃപ സമ്പാദിക്കണം. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജീവിത വിഷയം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ദൈവമാതാവ് നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ദൈവഹിതമാണ് ഒരു വിഷയം എന്ന് കാണുമ്പോൾ ദൈവമാതാവ് ചെയ്തത് പൂർണ്ണമായി ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ ദൈവപിതാവിൻ്റെ ഇഷ്ടം മാത്രം ജീവിതത്തിൽ നിവർത്തിയാകാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടി വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ സഹന സാഹചര്യങ്ങൾ യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുമ്പോൾ അതിന് ആത്മാഭിഷേകമായിട്ടും അനുഗ്രഹമായിട്ടും എത്രയും വേഗം ഉത്തരം ലഭിക്കാനുള്ള ഒരു നടപടിയാണത്. പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന ഇതാ കർത്താവിൻ്റെ ദാസി എന്ന സമർപ്പണ വഴി. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് വേദം പ്രചരിപ്പിക്കയാൽ ഈശോയ്ക്കുണ്ടായ ആ ഒരു സഹനങ്ങളെ പറ്റി ദൈവമാതാവ് അനുഭവിച്ച ദുഃഖം. അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നും ഇവന് സുബോധമില്ല എന്നും ഒക്കെ പറഞ്ഞ് ദൈവപുത്രനായ ഈശോയെ ഒത്തിരി പേര് ആക്ഷേപിക്കുന്നുണ്ട്. പിതാവിനെ സ്വന്തം പിതാവെന്ന്, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഫരീസയരും നിയമജ്ഞരും ഒക്കെ അവനെ ദൈവദൂഷണം പറയുന്നവനായി മുദ്ര കുത്തുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഈശോയെ ഒറ്റപ്പെടുത്തി ഈശോയുടെ ദൈവപുത്ര സ്ഥാനത്തിന് നിരക്കാത്ത സംഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ദൈവമാതാവ് ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ
ഒത്തിരിയേറെ മക്കളാണ് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാറ്. ഞങ്ങള് ഇങ്ങനെ മരിയൻ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന്. ഇത് ദൈവമാതാവ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പ്രകടിപ്പിച്ച ദൈവിക പുണ്യം സൗമ്യതയോടെ ക്ഷമയോടുകൂടി അവരെ നോക്കിക്കാണുകയാണ് ചെയ്തത്. നമ്മളും ഇതേപോലെ മരിയൻ ഉടമ്പടിയിൽ മുന്നേറുമ്പോൾ യാതൊരു ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണാത്തപ്പോഴും വിശ്വസ്തയോടെ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും നീതിമാന്മാരുടെ പ്രതിഫലം, വിശ്വസ്തരുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്നാണ് ഈ ഒരു ധ്യാനചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചതും മറ്റൊന്നുമല്ല. അപ്പോസ്തലന്മാര് സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങിയപ്പോ അവർക്കും സുബോധമില്ല എന്ന് പറഞ്ഞ് അവരെ പ്രഹരിച്ച് നാടുകടത്തിയും അപ്പോസ്തലന്മാർ 12 പേരും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ജീവിത നടപടി അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു അവസരത്തിൽ വലിയ സന്തോഷമായിരുന്നു എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്. 5-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഈശോയുടെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമ്മളും ഇതേപോലെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പത്രപ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ആക്ഷേപം ഏൽക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നേ വരെ കൃപാസനത്തിൽ കാലുകുത്തിയിട്ട് വ്യക്തമായിട്ട് ഈശോയുടെ നാമത്തെ പ്രതി ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു അപമാനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൃപ കരയറ്റാനുള്ള സാധ്യതയുള്ളതെന്നാണ് തിരുവചനം നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്, ഇങ്ങനെ വചനം പ്രസംഗിച്ച് ഈശോ പാടുപീഡകളൊക്കെ സഹിച്ചെങ്കിലും ഒരുപാട് പാപികൾക്ക് ഈശോയുടെ പീഡാസമനവും മരണവും എല്ലാം അത് നിരർത്ഥകമായി പോകും, വ്യർത്ഥമായി പോകും എന്ന് ദൈവമാതാവിന് അറിയാമായിരുന്നു. അതോർത്ത് ദൈവമാതാവ് ഒത്തിരിയേറെ ആകുലപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ മരിയൻ ഉടമ്പടി ധ്യാനത്തിലും പ്രസംഗങ്ങളിലും എല്ലാം എപ്പോഴും പറയാറുള്ളതാണ്, ഈശോയുടെ രക്തം ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള പിശാചിനെതിരായിട്ടുള്ള പ്രതികാര നടപടിയാണ് മിഷൻ എന്ന്. നമ്മൾ ഓരോ പത്രപ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ പാപിയെയും നാശത്തിന്റെ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ദൈവവചനം പ്രചരിപ്പിക്കുവാനും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരിയേറെ മക്കളാണ് ഈശോയിലേക്ക് വരുന്നത്. ഒത്തിരിയേറെ മക്കളാണ് അപ്രകാരം ഞങ്ങള് ഒരു പത്രം കിട്ടിയാണ് ഞങ്ങളുടെ കുടുംബം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്, ഒരു പത്രം കിട്ടിയാണ് എന്റെ ദുശീലം മാറിയത്, ഒരു പത്രം കിട്ടി കൃപാസനത്തിൽ വന്നാണ് എന്റെ കുടുംബം മൊത്തം ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കാൻ ദൈവമാതാവ് ഇടയാക്കിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മക്കള് ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ട് നാളെ ഇതുവരെ ഒരു പത്രവുമായിട്ട് ഇറങ്ങാത്തവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞ പ്രകാരമാണ്. ആ സഹോദരി കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഇളയൊരു മകൻ, ആ മകനുമായിട്ടാണ് സാക്ഷ്യം എന്ന് പറഞ്ഞത്. ആ മകനെ പെട്ടെന്ന് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സ്പോട്ടിങ് ഉണ്ടായി. ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. അപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ ആ കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് പോലും കാണാനില്ല, ബ്ലീഡിങ് ആണെങ്കിൽ നിൽക്കുന്നുമില്ല. അങ്ങനെയാണ് ആ ഒരു അവസ്ഥയിലാണ് കൃപാസനത്തിൽ വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ദൈവമാതാവ് അവർക്ക് നൽകി. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് ഈ പത്രം മറ്റുള്ളവർക്ക് പ്രാർത്ഥനാപുരം വിതരണം ചെയ്യുന്ന നാണക്കേടായിരുന്നു. അപ്പോ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നമ്മൾ ഇവിടെ വന്ന് പണി വാങ്ങിക്കരുത്. പത്തരത്തിലൊരു പണി അവർക്ക് കിട്ടി. തലയിൽ വലിയൊരു സിസ്റ്റ് ഡെവലപ്പ് ചെയ്തു. തലച്ചോറിൽ ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പൊ ആ ഓപ്പറേഷന്റെ സാക്ഷ്യവും കുഞ്ഞിന്റെ സാക്ഷ്യവും ഒന്നിച്ചാണ് അവർ ഈ അൾത്താരയിൽ പറഞ്ഞത്. അതിനുശേഷം അവർ പറഞ്ഞു, തലയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോ മാതാവിന്റെ ഓപ്പറേഷൻ പൂർത്തിയായി, അവർക്ക് വലിയ പ്രേക്ഷിത ചൈതന്യം കിട്ടി, ഇപ്പോൾ പത്രമൊക്കെ നന്നായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു.
യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തില് 5-ാം അധ്യായം 20-ാം തിരുവചനത്തില് വചനം ഇപ്രകാരമാണ് പറയുന്നത്: പാപിയെ പാപമാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവന് തന്റെ ആത്മാവിനെ രക്ഷിക്കുകയും താൻ ചെയ്ത നിരവധി പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. യാക്കോബ് ശ്ലീഹ ഈശോയുടെ അപ്പോസ്തലന്മാരിൽ ഒരാളാണ്. വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുകയാണ്, പാപിയെ പാപമാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ സ്വന്തം ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും താൻ ചെയ്ത നിരവധിയായ പാപങ്ങൾക്ക് അതുവഴി അവന് മാപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. നമ്മളോടൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, പാപങ്ങൾ കൂടുമ്പോ നിങ്ങൾ പുണ്യപ്രവർത്തികൾ കൂട്ടിക്കൊടുക്കണം. അത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ പാപങ്ങൾ പെരുകുമ്പോ പുണ്യപ്രവർത്തികൾ കൂട്ടുമ്പോ തീർച്ചയായിട്ടും പുണ്യങ്ങൾ കൂടി വരുമ്പോ ആത്മാവ് കൂടുതൽ കൃപാപൂർണമാകും. ദൈവം നമ്മുടെ വിഷയത്തിൽ ഇടപെടും. ഇന്ന് പെന്തക്കോസ്ത് നാളില് ഏറെ പ്രത്യേകമായിട്ട് പത്രോസ് ആദ്യമായിട്ട് ജനത്തോട് പ്രസംഗിച്ചു കഴിയുമ്പോ ഈശോ കുരിശിൽ തറച്ച് നിങ്ങളാണ് അവനെ തൂക്കിക്കൊന്നതെന്ന് പ്രസംഗിക്കുമ്പോ അവര് ഹൃദയം നുറുങ്ങി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഹോദരരെ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പത്രോസ്ലീഹ മറുപടി പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതൊന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെയും അവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്കൊരു അവസരം ലഭിച്ചാൽ അത് നമ്മുടെ കയ്യിരിക്കുന്ന ചിലപ്പോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ഒരിട്ട ഷെയറിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു പത്രമായിരിക്കാം. അതെല്ലാം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ പാപികളെ ഈശോയിലേക്ക് അടുപ്പിക്കാനും അതുവഴി സ്വർഗത്തിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുവാനും കഴിയും. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകലന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര, കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാവികളുമായ ഞങ്ങൾ നിശിമപ്രതാപനായി അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി ജയമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും സത്യയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം: സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകുമാരിയിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണം. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പീഡകൾ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ
ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കുക. സ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സേ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ഇന്ന് അമ്മയ്ക്ക് നിയോഗം സമർപ്പിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും അമ്മയുടെ തൃക്കരങ്ങളിൽ ഏർപ്പിക്കുന്നു. ക്രിസ്റ്റീന പോൾ, തൃശ്ശൂർ, പരിശുദ്ധ അമ്മയുടെ ഹിതമനുസരിച്ച് ഒരു ജോലി, ഇല്ലെങ്കിൽ വിദേശത്തെ ഒരു ജോലി, വചനപ്രഘോഷണപരം. സൂസന്ന, എറണാകുളം, എൻ്റെ ചേച്ചിയുടെ മകൾ ഷീജയുടെ ദുശീലങ്ങൾ മാറണമേ. ഡയബറ്റിക്കായ എന്നെ സൗഖ്യം നൽകണമേ. സ്ഥലവിൽപ്പന നടക്കുവാൻ. അഞ്ചു, ഓസ്ട്രേലിയ, കാർത്തിക് GAM സാറ്റ് സ്കോർ കിട്ടുവാനും ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രദീപിന് നല്ല വരുമാനമുള്ള ഒരു ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. സിമി പോൾ, UK, എൻ്റെ ഭർത്താവിൻ്റെ ഡിപ്രഷൻ മാറുവാൻ, എൻ്റെ ദേഷ്യം മാറി ക്ഷമ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റൂബി ജോൺ, വലിയ വീട്ടിൽ, മാതാവേ, എൻ്റെ മകളുടെ അന്യജാതിയിലുള്ള ചെറുക്കനുമായുള്ള സ്നേഹബന്ധം മാറ്റിത്തരണമേ. എൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറ്റിത്തരണമേ അമ്മയെ. എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നടത്തിത്തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫിലോമിന, കിങ്കരത്തറ, ഫോർട്ട് കൊച്ചി, മകളുടെ വിദ്യാഭ്യാസം നന്നായി നടത്തുന്നതിന്, കേസിൻ്റെ കാര്യത്തിൽ നിന്ന് വിടുതലും വിജയവും കിട്ടുവാൻ, നല്ലൊരു ഭവനം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബി ആൻ്റണി, ചങ്ങനാശ്ശേരി, കുടുംബസമാധാനം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളും കുടുംബാംഗങ്ങളുമായുള്ള ഐക്യത്തിലും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിനൂബ് ജോസഫ്, പുത്തൻ പറമ്പിൽ, ചെട്ടിക്കാട്, എക്സാം പാസ്സാകുവാനും ജോലി നന്നായി പോകുവാനും ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോണൽ, അമ്മയ്ക്ക് വിദേശത്ത് ജോലി ലഭിക്കുവാനും നല്ല വീടും സ്ഥലവും ലഭിക്കുവാനും വേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബം നന്നായി സമാധാനത്തിൽ ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി, അർപ്പണ, സായൂജ്, വലിയ തയ്യിൽ, എറണാകുളം, ഇന്ന് വിവാഹം വാർഷികം ആഘോഷിക്കുന്ന എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതിനും വേണ്ടി, ഫ്രെഡി ആൻ്റണിയുടെ വിവാഹം നടക്കുന്നതിനും വേണ്ടി, സിനി മാത്യു, പുതിയ കുന്നേൽ, കൂത്താട്ടുകുളം, കടബാധ്യത മാറുന്നതിനു വേണ്ടി, കുഞ്ഞുങ്ങൾ ദൈവകൃപയിലും വിശുദ്ധിയിലും വളരുന്നതിനു വേണ്ടിയും, കുഞ്ഞുങ്ങളുടെ ആത്മീയ മേഖലയും വിദ്യാഭ്യാസ മേഖലയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാസ്റ്റേഴ്സ് അക്കാഡമി, പൂങ്കാവ് സ്ഥാപനം മെച്ചപ്പെട്ട രീതിയിൽ നടന്നു പോകുവാനും കടബാധ്യത മാറിക്കിട്ടുവാനും വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ജിജി മോൾ, അരേശ്ശേരിയിൽ, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിക്ക് നല്ലൊരു ജോലി സ്ഥിരമായി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുവാനും പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി റിനി, എറണാകുളം, മക്കൾ നന്നായി പഠിക്കുന്നതിനും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതയാത്രയിൽ മാതാവും യേശുവും കൂടെ ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈലു പീറ്റർ, എറണാകുളം, ബിസിനസ് നന്നായി പോകുവാൻ വേണ്ടി, കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനും സമാധാനപരമായ കുടുംബജീവിതം നയിക്കുവാനും. ഡെന്നി ആൻ്റണി, വട്ടയാൽ, കൃപാസനം അമ്മയുടെ പ്രേരണയാൽ ആരംഭിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, സർക്കാർ തലത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി, മകൻ്റെ അഡ്മിഷൻ ലഭിക്കുവാനും കൃപാസന മാതാവിൻ്റെ സംരക്ഷണം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളി ജോസ്, നാഗ്പൂർ, മകൻ ജോസ് എബ്രാഹാൻ്റെ വിവാഹ തടസ്സം മാറി നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ഷുഗർ, കൊളസ്ട്രോൾ, മറ്റസുഖങ്ങളെല്ലാം മാറിത്തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിലെല്ലാവർക്കും ദൈവകൃപയാൽ ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിനി ജാക്സൺ, കണ്ണച്ചാമുറി, കുമ്പളങ്ങി, കഴുത്തിലെ മുഴ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ നട്ടലിൻ്റെ അസുഖം മാറുന്നതിനും ആരോഗ്യമായ കുടുംബജീവിതം നയിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പീറ്റർ ES, ഇടനിലത്ത്, കുമ്പളങ്ങി, സരീഷിൻ്റെ ജോലി നല്ല രീതിയിൽ നടക്കുവാൻ, KK കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ
നടക്കുവാൻ, നെറ്റിക്കാടൻ സാറിൻ്റെ ഭൂമിയുടെ സ്റ്റേ മാറിക്കിട്ടുവാൻ വേണ്ടി, സരിത സാലിമോൻ മറ്റത്തിൽ വെളിച്ചേർത്തല തൈറോയിഡ് പൂർണ്ണമായും മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ നല്ല കൃപയാൽ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേ. ഓന്റെ ഈശോ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകത്തിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യാങ്ങി സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. സ്ത്രീമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് വിശ്വസിക്കുക തൻ്റെ ഉറപ്പിന് ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടെ തൻ്റെ ദൈവമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. ആനി ജോർജ്, കാഞ്ഞിരത്താഴം. കുടുംബത്തിൻ്റെ ആത്മീയ ഉയർച്ചയും രോഗസൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽപ്പന നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദ്ദിഷ്ട കാര്യം സാധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോഹൻ ജോസ്, അഴിയകത്ത് കാട്ടൂർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മോഹനായുസ്സും ആരോഗ്യവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ ഉത്സാഹം ഉണ്ടാകുവാനും കുസൃതി മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെവിൻ തോമസ്, നല്ലൊരു ജോലി ലഭിക്കുവാൻ വേണ്ടിയും MBAക്ക് അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ ജീവിക്കുവാൻ വേണ്ടി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷേളി ജോർജ്, പ്രിയയ്ക്കും ആഷ്ബിൻ ജോർജിനും സ്പോൺസർഷിപ്പിൽ വിസ UK കിട്ടുന്നതിന് വേണ്ടിയും ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും ആഷ്ബിയുടെ വിവാഹം ദൈവഭയമുള്ള ഇണയെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു ജോർജ്, പ്രിയയും IELTS എക്സാം പാസ്സാകുവാൻ. സിമി ഇത്തിത്താനം, ഏജർ ഓവറായ ഭർത്താവിൻ്റെ സൗദിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുവാൻ. അലീനയ്ക്ക് അർച്ചനയ്ക്കും ഓസ്ട്രേലിയയിൽ ഉയർന്ന ശമ്പളവും ജോലിയും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമൃതയ്ക്ക് 2 വീലർ ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡേവിഡ് പോൾ, അറക്കൽ, ആലുവ. പരിശുദ്ധാത്മാവിൽ നിറയുവാനും ജോലി ലഭിക്കുവാനും OET വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിലാഷ് ഷൈന, വട്ടത്തിൽ പുന്നപ്ര. കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
എൻ്റെ ഭാര്യയ്ക്ക് PSC എക്സാം നന്നായി എഴുതി ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിൽ ജോയി, ജർമ്മൻ പരീക്ഷ പാസ്സായി പോകുവാനും പറ്റാതെ നിൽക്കുന്ന എനിക്ക് ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ മക്കളുടെ പ്രശ്നം മാറുന്നതിനും എനിക്കൊരു നല്ല കുടുംബജീവിതം നയിക്കുവാനുള്ള കൃപ ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി മെലീന, തൊണ്ടൻപള്ളി, ലാക്കാട്ടൂർ, ഡിപ്രഷൻ മാറുവാനും മുൻകോപം മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളെ അപമാനിക്കുന്നവരുടെ മുൻപിൽ നല്ലൊരു വിജയം നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ബാച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടണം, നല്ല ജോലിയും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. AK ദേവസിക്കുട്ടി, അരിക്കാട്ട്, ആളൂർ, രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പൈശാചക ബന്ധനത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കുവാനും സാമ്പത്തിക തടസ്സം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെറ്റി ഫ്രാൻസിസ്, അമ്പലത്തുങ്കൽ, കുമ്പളങ്ങി, മകൾ അമലയ്ക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണമേ. അമലയ്ക്ക് ആരോഗ്യവും വിശുദ്ധിയുമുള്ള ഒരു കുഞ്ഞിനെ നൽകണമേ. മകളും അവളുടെ ജീവിത പങ്കാളിയും സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ മാളിയേക്കൽ, നസ്രത്ത്, അനിയത്തിയും ഭർത്താവും ഒന്നിച്ച് കഴിയുവാൻ, ഞങ്ങളുടെ മകളുടെ വിവാഹം നടക്കുവാൻ, എൻ്റെ ഭർത്താവ് മകന് ഈശോയോട് ചേർന്നിരിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഡിവ ജോർജ്, എൻ്റെ എക്സാം പാസ്സാക്കി തരണമേ. എൻ്റെ മകൻ്റെ പെരുമാറ്റം നല്ലതാക്കി തരണമേ. എൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ അനുഗ്രഹവും മകൾക്ക് പഠിക്കുവാൻ നല്ല ബുദ്ധിയും നൽകണമേ. പ്രീത ടോമി, പൊപ്പാളിൽ, നേറിക്കാട്, നീതുവിൻ്റെ മക്കളുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിൽവിക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിൻ്റെ തടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലത ഫ്രാങ്ക്ലിൻ, അറക്കൽ, ഫോർട്ട് കൊച്ചി, എനിക്ക് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്നതിന് വേണ്ടി. നെമിലിന് സ്ഥിരമായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി. നോയൽ, +2 നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിന് വേണ്ടി. ആരതി ധനീഷ്, പട്ടവീട്, എരമല്ലൂർ, എൻ്റെ മകൾ ദക്ഷയ്ക്ക് സർജറി കൂടാതെ കേൾവി തിരിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്നായി സംസാരിക്കുവാനും വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അവൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിഷ്ണു, കളിച്ചിറ, അരൂർ, നല്ലൊരു ജോലി ലഭിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും ദൈവവിശ്വാസം ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജശ്രീ എസ്, മണിമന്ദിരം, കൊല്ലം, സിവിൽ സർവീസ് 2024 എക്സാമിന് ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഥുന് യൂറോപ്പിൽ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ എല്ലാവർക്കും രോഗശാന്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രെനി ജൂലി, പുത്തൻ ചക്കാലക്കൽ, അരൂർ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം B2 4 മൊഡ്യൂൾ പാസ്സാകുന്നതിന് വേണ്ടിയിട്ട്. സെപ്റ്റംബറിൽ തന്നെ ജർമ്മനിയിൽ പോകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ ടെൻഷൻ മാറ്റി നന്നായി പരീക്ഷയ്ക്ക് പഠിക്കുവാൻ. നന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ,
തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേൻ. നോയിന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് ശമിശിയ പിതാവായ ദൈവത്തിൻ്റെ വലഭാഗത്ത് എഴുന്നേൽക്കുമ്പോൾ സഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യാമാതാവിൻ്റെ മേലും ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക. സ്രോതസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. സോഫി ടോണി ആൻഡ് ഫാമിലി, കോട്ടയം. ശാരീരിക ആരോഗ്യം, സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപാവരം ലഭിക്കുന്നതിന് വേണ്ടി, കുടുംബത്തെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിനും വേണ്ടി ഷൈനി സൈമൺ, പറപ്പള്ളി, എറണാകുളം, ഇടയക്കുന്നം. വീട് പണി വേഗം പൂർത്തിയായി താമസിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ജോലി, ശമ്പളം കൂടുതൽ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരകമായ അസുഖങ്ങളിൽ നിന്നും സംരക്ഷണം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബീന വിൻസെൻ്റ്, കാനാശ്ശേരി, ഇടയകുന്നം. ഭർത്താവിൻ്റെ മാനസിക അസുഖം മാറുന്നതിന് വേണ്ടി, മകൻ ആൻസന് ജോലി പ്രമോഷൻ ലഭിക്കുന്നതിന് വേണ്ടി, സാലറി വർദ്ധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീബയുടെ 23 ലക്ഷം രൂപ, ജോമോൻ്റെ 11 ലക്ഷം രൂപ, എൻ്റെ 7 ലക്ഷം രൂപ കടം വീട്ടുന്നതിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ലൂസി മോളി, തുരുത്തിപ്പള്ളി, മുള്ളരിയാട്. ജോജിൻ ജോളിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി, സോയാമൾക്ക് PR ലഭിക്കുവാൻ, ലൈജ ജോളിയുടെ വിവാഹം നടക്കുവാൻ. ഷാം ബ്രദേഴ്സ്, പാല. വീട് പുതിയതായി പണിയുവാനും കടബാധ്യത മാറുവാനും രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു തോമസ്, ഏറ്റുമാനൂർ. അഞ്ജുവിനും തോമസിനും ഒരു കുഞ്ഞിനെ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജു പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി, ജൂഡ് പരീക്ഷയിൽ പാസ്സാകുന്നതിനാൽ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോൾ ജോസഫ്, കവലക്കാട്ട്, തൃശ്ശൂർ. മകൾക്ക് സിംഗപ്പൂരിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള കൃപ ലഭിക്കുവാൻ, നല്ലൊരു ജോലി ലഭിക്കുന്നതിനും വേണ്ടി ദൈവാനുഗ്രഹത്തിൽ മക്കളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീതു ജോൺ, കോട്ടയം. അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന്, നീതുവിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും സുഖപ്രസവത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ ലഭിക്കുന്നതിന് അതിനുള്ള തടസ്സം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസമ്മ രാജു, കലവൂർ. വീട് പണി പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനും കടം ഇല്ലാതാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാഹനം വരാനുള്ള വഴി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം നല്ല പങ്കാളിയുമായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരിക്ക് ജോലി ലഭിക്കുന്നതിനും മകൻ്റെ അലർജി മാറുന്നതിനും ആരോഗ്യവും ലഭിക്കുന്നതിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനീഷ, മാവേലിക്കര. എൻ്റെ വിവാഹം നടക്കുവാനും ജോലി കയറ്റം ലഭിക്കുവാനും വേണ്ടി, അച്ഛൻ്റെ ക്യാൻസർ രോഗം മാറുവാനും ഇന്നെൻ്റെ ജന്മദിനം പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോബി ആൻഡ് ലവ്ലി, ലാൽബി ഭവനം, പട്ടണക്കാട്. 11 ദിവസമായ കുഞ്ഞിൻ്റെ കിഡ്നി കംപ്ലൈൻറ്റ് മാറുവാൻ, ലാൽബിയുടെ വീട് പണി പൂർത്തിയാക്കുവാൻ, ഫിലോമിനയുടെ ആക്സിഡൻറ്റ് ക്ലെയിം ലഭിക്കുവാൻ, മിനിപ്പോൾ, ആടുകാലിൽ, പെരുമ്പാവൂർ. മരിയ 20-ാം തീയതി BSc MLT സപ്ലൈ എക്സാം എഴുതുന്നതിനും പാസ്സാകുന്നതിനും വേണ്ടി, എൽസമ്മയ്ക്ക് സുഖം പ്രസവം നടക്കുന്നതിന് വേണ്ടി, പോളിൻ്റെ ട്രൈബൽ ന്യൂറോൾജിയ അസുഖം മാറുന്നതിന് വേണ്ടി, ജോയി, കുമരകം. സാമ്പത്തിക മേഖല മെച്ചപ്പെടുവാനും
മോൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടണമെന്നും വേണ്ടി പ്രാർത്ഥിക്കുന്നു. റേച്ചൽ അതുൽ സമാധാനപരമായ കുടുംബജീവിതത്തിന് നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പയ്ക്ക് രോഗസൗഖ്യം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോനു വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോബി ജോസഫ് ചിറയത്ത് കുടുംബ പ്രാർത്ഥനയിൽ മുടങ്ങാതെ ചെയ്യുവാൻ, ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാൻ, 2 വസ്തുക്കൾ വിൽപ്പന നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ അനീറ്റ ട്രിവാൻഡ്രം കുടുംബം പരിശുദ്ധാത്മാവിൽ നിറയുവാനും മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുകൊള്ളാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീലാമ്മയുടെ കുടുംബം വിശുദ്ധീകരിക്കുവാനും കുഞ്ഞുങ്ങളുടെ പഠനം നല്ലതുപോലെ നടക്കുവാനും, ലീലാമ്മയുടെ പൂച്ചയോടുള്ള ഭയം മാറുവാനും വെറുപ്പ് മാറുന്നതിനും അയൽക്കാരുടെ ഉപദ്രവം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മണിമേല് മേഖല നാമ്പിക്കുഴി കലവൂർ എൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോമോൾ സിസ്റ്ററിൻ്റെയും ക്ലിൻ്റൺ അച്ഛൻ്റെയും ജോസഫ് അച്ഛൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശ്വാസം മുട്ടലും ജലദോഷവും മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വീടും തന്ന് ഏഞ്ചൽ എറണാകുളം സ്ഥലവും വീടും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് സ്ഥിരമായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ കുടുംബ പ്രാർത്ഥന സ്ഥിരമായി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഉയർത്തെഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ കന്യകാ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഇത് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ഏലിയമ്മ യേശുദാസ് നന്മ നിറഞ്ഞു പറയും എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ എനിക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ എപ്പോഴും നീക്കുക. ആമേൻ. ഓന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ, ഞങ്ങളെ കാനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി രക്ഷിക്കണമേ. നാലാം ദൈവരഹസ്യം. അഞ്ചാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തന്നെ ദൈവകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുദ്രിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കുക. ഏലിയമ്മ യേശുദാസ്, വടക്കേത്തയിൽ തുറവൂർ. ഭർത്താവ് കൂടുതൽ എളിമയിൽ ജീവിക്കുവാൻ, സ്ഥിരമായൊരു തൊഴിൽ ലഭിക്കുവാൻ, കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുവാനും, മകൻ്റെ
ഓൾ ഇന്ത്യ മോഡൽ എക്സാം PG എൻട്രൻസ് എക്സാം നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും സോണിയ മീനടം ആൻറ്റിയും ലിജോയും മടികൂടാതെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ലിജോ സാനിയ ജീവിതം വിശുദ്ധിയോടെ നയിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. 4/4/25 മുമ്പ് USA RN എക്സാം കിട്ടുവാനും ഭർത്താവും മക്കളുമായി അമേരിക്കയിൽ പോകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഞ്ജലിക്ക് എൽദോയ്ക്കും ഈവ മരിയയ്ക്കും ഓസ്ട്രേലിയയിൽ നിന്ന് വിസ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, കൃപാസനം ഡയറക്ടർ ഫാദർ VP ജോസഫ് അച്ഛനെയും സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ക്ലിൻറ്റൻ അച്ഛനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാ സ്റ്റാഫ്, അവരുടെ കുടുംബാംഗങ്ങളെയും, സെക്യൂരിറ്റി സ്റ്റാഫ്, കൃപാസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഈ കൃപാസനം ചുറ്റും നിൽക്കുന്ന താമസിക്കുന്ന അയൽവാസികൾ, ഉടമ്പടി എടുക്കുവാനും എടുക്കുന്നവരെയും തിരിച്ചു പോകുന്നവരെയും എല്ലാവരെയും സുരക്ഷിതമായി സ്വഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മരിയൻ ഗാർഡൻ, സോഷ്യോ, ഇൻഡോ യൂറോപ്യൻ സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ്, അവിടുത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ കൃപാസനം മാതാവേ, ലോകത്തെല്ലായിടത്തുള്ള കൃപാസനം അഖണ്ഡ ജപമാല സഖ്യത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഉടമ്പടി എടുക്കുവാൻ വരുന്നവരെയും ഉടമ്പടിക്കുന്നവരെയും പുതുക്കുന്നവരെയും ഓൺലൈനായി ഉടമ്പടി എടുക്കുന്നവരെല്ലാവരെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങൾ എല്ലാം അമ്മ ഏറ്റെടുക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞു പറയുമ്പോൾ എനിക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൾ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്ദി നിറഞ്ഞു പറയുമ്പോൾ എനിക്ക് സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമ്പോൾ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാരുടെ രാജ്ഞി, ജപമാരുടെ സമർപ്പണം മുഖ്യനായ വിശ്രമിക്കാലെ ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പി, സ്ത്രീകന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ പാദ്യങ്ങൾ കാത്തിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. ആത്മശരീരേന്ദ്രിയങ്ങളായ വിസ്മരണാദിവശങ്ങളെയും ആയവറ്റിൻ പല കർമ്മങ്ങളും പോയതും ഉള്ളതും മേലിലേയും നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. നല്ല മാതാവേ മരിയേ, നിർമ്മല യോസേപ്പ് പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ. പത്തൊമ്പതാം തീയതി ദൈവമാതാവിന് വ്യസനം വരുത്തിയ 3 കാരണങ്ങൾ. ഒന്നാമത്, മിശിഹ അനേകം കഷ്ടതകൾ അനുഭവിച്ചു മരിക്കുമെന്നും. രണ്ടാമത്, താൻ വേദം പ്രസിദ്ധപ്പെടുത്തുന്നതുകൊണ്ട് വളരെ സങ്കടപ്പെടുമെന്നും. മൂന്നാമത്, അനേക പാപികൾക്ക് തൻ്റെ പീഡാനുഭവങ്ങൾ വ്യർത്ഥമായി പോകുമെന്നും ദൈവമാതാവ് അറിഞ്ഞ് മനോവേദന അനുഭവിച്ചു. ആദ്യം, ദൈവമാതാവ് ദീർഘദർശനവരം പ്രാപിച്ചിരുന്നതിനാൽ തൻ്റെ കുമാരന് സംഭവിക്കാനിരുന്ന സകല പീഡകളും മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് മിശിഹായുടെ തിരുമുഖം നോക്കുമ്പോൾ ആ തിരുമുഖം രക്തത്താലും അശുദ്ധിയുള്ള ഉമിനീരാലും അശുദ്ധമാകുമെന്നും അദ്ദേഹത്തിൻ്റെ തൃക്കരങ്ങൾ കാണുമ്പോൾ അവ ഇരുമ്പാണികളാൽ തുളയ്ക്കപ്പെടുമെന്നും തിരുശരീരം സർവത്ര മുറിപ്പെട്ട് ശ്രീവായിൽ തളയ്ക്കപ്പെടുമെന്നും അറിഞ്ഞിരുന്നു. ദേവാലയത്തിൽ യൂതവേദമുറ പോലെ സർവീസിന് ബലി സമർപ്പിക്കുന്നത് കാണുകയിൽ അതുപോലെ തൻ്റെ തിരുക്കുമാരനും സ്വന്തം രക്തമൊക്കെയും ചിന്തി മനുഷ്യരക്ഷയ്ക്കായി പിതാവായ സർവേശ്വരൻ്റെ തന്നെ ബലിയായി സമർപ്പിക്കാനിരിക്കുന്നു എന്നായിരുന്നു മറിയത്തിൻ്റെ വിചാരം. ഇടവിടാതെ ബാധിച്ചുകൊണ്ടിരുന്ന ഈ വിചാരം മൂലം മറിയം അനുഭവിച്ച വ്യാകുലത വർണ്ണനാതീതമത്രേ എന്ന് പറയാനുള്ളൂ. എന്നാൽ നരകത്തിൽ നിന്ന് മനുഷ്യാത്മാക്കളെ രക്ഷിക്കാൻ ഇതെല്ലാം ആവശ്യമായിരിക്കൊണ്ട് ദേവമാതാവ് ഇത്ര വലിയ ദുഃഖം ക്ഷമയോടെ സഹിക്കുകയാണ് ചെയ്തത്. ദൈവജനനി നമുക്ക് വേണ്ടി സഹിച്ച ക്ലേശം വ്യർത്ഥമായി പോകാതിരിക്കാനും നമ്മുടെ ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കാനും വേണ്ടി ഈ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ദേവമാതാവ് തൻ്റെ തിരുക്കുമാരൻ അനുഭവിച്ച സങ്കടങ്ങളെയും ശത്രുക്കൾ അദ്ദേഹത്തോട് പ്രവർത്തിച്ച വൈരത്തെയും പറഞ്ഞ ദൂഷണങ്ങളെയും കള്ളസാക്ഷികളെയും കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അത്യധികമായ ദുഃഖമുണ്ടായത് കൂടാതെ അവയൊക്കെയും തന്നോട് തന്നെ ചെയ്തതെന്ന പോലെ വലിയ പീഡകൾ അനുഭവിക്കുകയും ചെയ്തു എന്നതിൽ ഒട്ടും സംശയമില്ല. എന്നാൽ ഇവയെല്ലാം ദൈവതിരുമനസ്സുമൂലെ നടക്കുന്നു എന്ന് വിചാരിച്ച് ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമാധാന ചിത്തയായി മറിയം വർത്തിച്ച നാമം ദൈവമാതാവിനെ പോലെ നമുക്ക് നേരിടുന്ന സങ്കടം, ഞെരുക്കം, ബുദ്ധിമുട്ട്, വ്യാധി,
മുതലായവയാൽ ചഞ്ചലപ്പെടാതെ ദൈവത്തിരുമനസ് പോലെ സംഭവിക്കുന്നുവെന്ന് നനച്ച് ക്ഷമയോടെ അവയെ സഹായിക്കേണ്ടതാകുന്നു. മൂന്നാമത്, ദിവ്യമാതാവിൻ്റെ പ്രധാന ദുഃഖകാരണം ഇതൊന്നുമല്ലായിരുന്നു. സർവേശ്വരൻ യാത്രയാക്കിയ രക്ഷകനെ യൂതന്മാർ അനുസരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ദിവ്യപ്രസംഗം കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വയായി പൂജിക്കാൻ വന്ന രക്ഷകനെ അവർ വെറുത്തു നിന്ദിക്കുകയും ചെയ്യുന്നു. യൂതന്മാരുടെ നന്ദിഹീനതയും ക്രൂരതയും മറിയത്തെ എത്ര ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞറിയിപ്പാൻ പ്രയാസം. മിശിഹായുടെ പീഡാനുഭവങ്ങൾ അനേകം പാപികൾക്ക് നിഷ്പ്രയോജനമായിത്തീരുന്നുവെന്നും സ്വന്തം ജനമായ യൂതന്മാർ മൂർഖതയും മൂഢതയാലും ദൈവകോപം തങ്ങളുടെ മേൽ വരുത്തി സത്യവേദം ഉപേക്ഷിച്ച് ലോകാവസാനം വരെയും ആത്മീയാന്തരും ശപിക്കപ്പെട്ടവരുമായി നടക്കുമെന്നും കണ്ട് ദൈവമാതാവ് അത്യധികം വിലപിച്ചു. ക്രിസ്ത്യാനികളെ, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ പീഡാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രയോജനീഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവമാതാവിനെ വീണ്ടും സങ്കടപ്പെടുത്തുന്നു. അതുകൊണ്ട് യൂതന്മാർക്ക് നിശ്ചയിക്കപ്പെട്ട ശിക്ഷ നിങ്ങൾക്കും നേരിടേണ്ടി വരുമോ എന്ന് ഭയന്ന് അതിൽ നിന്ന് ഒഴിയുന്നതിനായി ദൈവമാതാവിനോട് പ്രാർത്ഥിക്കണം. ദൃഷ്ടാന്തം, ഒരു കപ്പൽ യാത്രാമധ്യയിൽ ഒരേ മാതാവിൻ്റെ അല്പദൈവ ദേവാലയത്തിലിരിക്കുന്ന സ്ഥലത്ത് സമീപം അടുക്കുകയുണ്ടായി. പിറ്റേന്ന് ദൈവമാതാവിൻ്റെ ഒരു തിരുനാളായിരുന്നതിനാൽ ആ പള്ളിയിൽ പോയി ദിവ്യപൂജ കാണണമെന്ന് കപ്പൽക്കാർക്ക് ആഗ്രഹം തോന്നി. എന്നാൽ എല്ലാവരും കപ്പൽ വിട്ടുപോകുന്നതിന് കപ്പിത്താൻ അനുവദിച്ചില്ല. അപ്പോൾ പാമരക്കാരനായ അന്തോനി എന്നൊരുത്തൻ, നിങ്ങൾ എല്ലാവരും ദേവാലയത്തിൽ പോയി ദിവ്യപൂജ കണ്ടുകൊള്ളുക, ഞാൻ ദിവ്യമാതാവിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് ഒരു അപകടവും നേരിടാതെ കപ്പൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പായി പറഞ്ഞു. അതനുസരിച്ച് എല്ലാവരും ദൈവമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് അതിരാവിലെ ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. കുറെ കഴിഞ്ഞതിന്റെ ശേഷം കപ്പലിൽ ഏകനായിരുന്ന അന്തോനി കടലിലേക്ക് നോക്കിയപ്പോൾ ദൂരെ നിന്നൊരു വലിയ കപ്പൽ ഓടി വരുന്നത് കണ്ടു. അടുത്തു വന്നപ്പോൾ അതിലെ ആളുകൾ ശത്രുക്കളായ തുലുക്കാരനാണെന്നും അവർ തൻ്റെ കപ്പൽ പിടിപ്പാനായി വരുന്നതാണെന്നും അറിഞ്ഞ് ഭയവിരസനായി. എങ്കിലും ദൈവമാതാവിൻ്റെ സഹായം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കൂടാലിയെടുത്ത് കപ്പലിൻ്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരു തുലുക്കൻ വന്ന് കപ്പലിൽ കയറാനായി അതിൽ ഒരു കൈയെടുത്ത് പിടിച്ചതും അന്തോനി കൂടാലി കൊണ്ട് അവൻ്റെ കൈ മുറിച്ചതും ഒന്നിച്ചായിരുന്നു. അപ്പോൾ കൈവെട്ടപ്പെട്ട തുലുക്കൻ നിലവിളിച്ചുകൊണ്ട്, ഇതാ കപ്പലിൽ അനേകം ജനങ്ങൾ ഒളിച്ചിരിക്കുന്നു, നാം പ്രവേശിച്ചാൽ എല്ലാവരും കൊല്ലപ്പെടും എന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞു കേട്ടു. അവർ ഭയാക്രാന്തരായി തിരികെ പോയി കളഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് അന്തോനി തല ഉയർത്തി നോക്കിയപ്പോൾ ശത്രുക്കളുടെ കപ്പൽ ഓടിച്ചു പോവുകയായിരുന്നു. ഉടനെ മുട്ടിന്മേൽ നിന്ന് മാതാവിന് കൃതജ്ഞതാസ്തോത്രം ചെയ്തു. പള്ളിയിൽ നിന്ന് മറ്റുള്ളവർ തിരിച്ചു വരികയിൽ തുലുക്കരുടെ കപ്പൽ ഓടിച്ചു കൊണ്ടുപോകുന്നത് കടക്കള്ളന്മാർ കപ്പലിലെ സാധനങ്ങൾ കവർന്ന് കൊണ്ടുപോയിരിക്കുമെന്ന് അവർ പരസ്പരം പറഞ്ഞു. നിൽക്കവേ അന്തോനി അടുത്തു ചെന്ന് തുലുക്കൻ്റെ വെട്ടപ്പെട്ട കൈയും കൂടായും കാണിച്ച് നടന്ന സംഭവം അവരെ അറിയിച്ചു. ഇത് കേട്ട് എല്ലാവരും വളരെ നന്ദിപൂർവ്വം 53 മണിജപം ചൊല്ലി ദൈവമാതാവിന് വാഴ്ത്തി. പെരുങ്കാറ്റടിക്കുന്ന ഈ ലോകസമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ക്രിസ്ത്യാനികളെ സുരക്ഷിതമായ സ്വർഗീയ തുറമുഖത്തിൽ ചേരണമെങ്കിൽ ഉഷകാല നക്ഷത്രവും നമ്മുടെ നായികയുമായ മറിയത്തിൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ജപം. ഈശോ മിശിഹായുടെ പരിശുദ്ധ മാതാവേ, ദൈവം എനിക്ക് ചെയ്ത അനവധി ഉപകാരങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും നിരൂപിക്കുമ്പോൾ കഠിനമായ വിധിയിൽ ഉൾപ്പെട്ടേക്കാമെന്നും ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ പാപികൾക്ക് സംഗീതമായി സർവേശ്വരനാൽ നിയമിതനായ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും
സാധിക്കുമെന്നും ഞാൻ അങ്ങയെ പുത്രന്റെ സന്നിധിയിൽ കേൾപ്പിക്കാൻ പോകുമ്പോൾ എനിക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കണമെന്നും ഞാൻ സ്ഥിരമായി വിശ്വസിക്കുന്നു. എന്റെ എല്ലാ പാപങ്ങളും വെറുത്തുപേക്ഷിക്കുന്നു. ഇനിമേൽ അവ ചെയ്യാതിരിപ്പാൻ അമ്മേ എന്നെ സഹായിക്കണമേ. എത്രയും മാതാവേ, നിന്റെ സംഗീതത്തിലൂടെ വന്ന് ഉപകാര സഹായ അപേക്ഷ നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ നിലച്ചുകൊള്ളണമേ. കന്യാവിധക്കാരുടെ രാജ്ഞിയായ കന്യകയുള്ള മാതാവേ, ഇവനുള്ള ശരണത്താൽ ഉറച്ചു നിന്ന് നിപ്പാസങ്ങൾ ഞാൻ അടുത്തു വരുന്നു. നെടുവേർപ്പെട്ട് കണ്ണുകൾ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുണ്ടമേ. ആമേൻ. പാപികളുടെ സംഗീതമായ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുടെ സംഗീതമേ, ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ മേഫാവളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ മേഫാവളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപിയുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് നിന്റെ തിരുക്കുമാട് പ്രാർത്ഥിച്ചോളണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എപ്പോഴും നയിക്കുവാമേ. പാപിയുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ മേഫാവളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ള പാപിയുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. തമ്പുരാന്റെ മേഫാവളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ള പാപികളുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ മേഫാവളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുള്ള എൻ്റെ പ്രിയപ്പെട്ട മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ദൈവശരണമായിരിക്കണമേ. സൽക്രിയ, ദൈവം നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള അനവധി ഉപകാരങ്ങൾ വിചാരിച്ച് അവിടുത്തേക്ക് നന്ദി പറയണം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ.
ദൈവകുമാരനുമാതാവേ രക്ഷകനോഴിരംബികയേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ നിർമ്മലദന്ത ഗോപുരമേ പൊന്നിൻ പൂമണി മന്ദിരമേ പ്രാർത്ഥിക്കണമേ സാന്ത്വനമരുളും മാതാവേ ക്രിസ്തു ജനത്തിൻ പാലികയെ പ്രാർത്ഥിക്കണമേ സിദ്ധന്മാരുടെ രാജ്ഞി ഭാരത സഭയുടെ രാജ്ഞി അമലോത്ഭവയാം രാജ്ഞി പ്രാർത്ഥിക്കണമേ ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ പാപം പൊറുക്കണമേ നാഥാ പാപം പൊറുക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥാ പ്രാർത്ഥന
താങ്ങും